അത് വെച്ചിട്ട് എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും സ്നേഹത്തോടെ ജീവിക്കുന്നു. എനിക്ക് ആണ് ഭാഗ്യം കിട്ടുമോ അറിയത്തില്ല. എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. നമ്മൾ ശ്രമിക്കണം എന്നേ ഉള്ളൂ. അതിനുപരിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നല്ലൊരു ജോലി മസ്റ്റാണ്. നമ്മുടെ ജോലി നല്ലൊരു ജോലി ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ കല്യാണം കഴിച്ചാൽ നമ്മളാകെ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് നല്ലൊരു ജോലി ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന പെട്ടെന്നുള്ള ആ സുഖമൊന്നും കുറച്ച് കഴിഞ്ഞാലുണ്ടാകത്തില്ല. കാരണം അതിന് നമ്മൾ മെയിനായിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നല്ല ജോലി തന്നെ വേണം. കാരണം ഭയങ്കരമായിട്ടുള്ള ചെലവുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. 2 പേർക്കും ജോലി വേണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫുഡ് കഴിച്ചോ? കഴിച്ചില്ല. കഴിക്കണം. ലുക്കേ കഴിക്കണം. സോണിയയും PS ചേട്ടനെയും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ചോദിക്കുന്നുണ്ട് ഷീനോ. ലിജ പറയുന്നു ചേച്ചി സോണിയ എവിടെയും ചോദിക്കുന്നുണ്ട്. അതുപോലെ ലുക്ക എന്ന് സോണിയ പറയുന്നുണ്ട്. അബിക്കുട്ടി ഷീനോ ചേട്ടാ അശോ എന്ന് പറയുന്നുണ്ട്. അതെ, അപ്പോ കാണാനില്ലാണോ? കല്യാണം കഴിക്കുന്നതിന് മുന്നേ നല്ലൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നല്ല ജോലി, നല്ല ശമ്പളമുള്ള ഒരു ജോലി നമ്മൾ കൈവശം വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാകത്തില്ല, നമ്മുടെ കുടുംബത്തിന് സ്നേഹം ഉണ്ടാവില്ല, നമ്മുടെ വീട്ടുകാർക്ക് സ്നേഹം ഉണ്ടാകത്തില്ല. കാശില്ലെങ്കിൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യില്ല. പണം ഇല്ലെങ്കിൽ പിണം എന്ന് പറഞ്ഞ പോലെ പൈസ ഇല്ലെങ്കിൽ ആരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. നമ്മുടെ സ്വന്തം ഭാര്യയായാലും കുട്ടികളായാലും ആരായാലും. അപ്പം അത് മുന്നേ കൂട്ടി തന്നെ നമ്മൾ അത് സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ അനുഭവം.